അപ്പൊ അല്ല എന്ത് പറയും? അങ്ങനെ ഓരോന്നും അങ്ങനെ ഇവർ ഓരോന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് എന്തൊരു അവിടെ ഉറക്കണ്ടോ? ഇല്ല. എന്നാ കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി മോനെ മാത്സ് വായിച്ചു നോക്കിയാൽ 5 മിനിറ്റ് വായിക്കുമ്പോഴത്തേക്കും ഉറക്കം പിന്നാണ്. അതിന് ഹാപ്പി കിട്ടുന്നില്ല. അപ്പൊ ആവശ്യം ഈ ടീസിങ് എന്നുള്ള മേഖല നമുക്ക് വരാൻ സാധ്യത കൂടുന്നു എന്നുള്ള. അത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആണിനോട് സംസാരിക്കുക, രണ്ടും അങ്ങോട്ടും ഉണ്ടാവും. പെണ്ണുങ്ങൾ കൊണ്ട് അതേപോലെ ആകാം. എന്താ പറയാറ്? ആഡൻ ടീസിങ്. എന്താ പറയാറ്? വിമൻസ് കോളേജിലൊക്കെ അതിന്റെ തെരങ്കപ്പോ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബ്രദറോ അല്ലെങ്കിൽ ഫാദറോ വരികയാണെങ്കിൽ അതാണ് അതിനനുസരിച്ച് ചർച്ചയാണ്. ബാക്ക് ഉഷാറാണ്, ഫ്രണ്ട് മോശമാണ്, സെക്കൻഡില്ല, ഭയങ്കര വിഷയത്തെയാണ്, ഭയങ്കര രസം. ഞാൻ മഞ്ചേരി ഒരു യൂണിറ്റി വിമൻസ് കോളേജാണൊക്കെ പോലെ ക്ലാസ് കമ്പനിയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ കീഴിൽ പരിപാടി, ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മാത്രം. ഇനി വേറെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട് ഓരോ ഒഴിവുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഞാൻ കുട്ടികൾ ചോദിച്ചു ഇങ്ങനത്തെ തോന്നില്ല. സാറേ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടത്. എന്നിട്ട് അതിനെങ്ങനെ ഇതായിക്കൊണ്ട് അതിന്റെ ഇതും അതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്തി ഇങ്ങനെ പോവുക. അപ്പൊ ഇത് ഈ ആംഗിള് ആണിനുണ്ട് പെണ്ണിനുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഈ ടീച്ചിങ് ആഡൻ ടീച്ചിങ്. ഇത് ഇന്നത്തെ കാലത്ത് കുറച്ച് ഓവറായി വരികയാണ്. എങ്കിൽ മനുഷ്യന് വേണത് മനസ്സിലായല്ലോ. ഇതൊക്കെ വേണം, ഏരിയ വേണം, പക്ഷെ അത് ട്രാക്കിലാക്കുക. ഇപ്പൊ സ്പോർട്സിന്റെ കാലമാണല്ലോ, കോമളത്തിന്റെ കാലമാണല്ലോ. ഓരോരുത്തർക്ക് ഓടാനൊക്കെ കറക്റ്റ് ഉണ്ടാവും. ഏകദേശം 120 സെന്റിമീറ്റർ ആണ് ഒരു ട്രാക്ക് ഉണ്ടാവുക, ഇന്റർനാഷണൽ ട്രാക്ക്. ഒരാൾക്ക് ഓടാൻ ഉണ്ടാകുക. ഒരാൾക്ക് ഓടാൻ അത്ര വേണ്ട, പക്ഷെ കുറച്ച് റിലാക്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ആൾക്ക് ഈ ട്രാക്കിൽ ഈ വരമ വരെ ടച്ച് ചെയ്യാം. ഇതിലോടാം, ഇതിലോടാം. ഇവിടെ ഓടിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഫസ്റ്റ് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ ട്രാക്ക്, നമ്മുടെ ട്രാക്ക് ഓരോന്നിലെ ട്രാക്ക് ഉണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്തേക്കാം, പ്രശ്നം ഉണ്ടാവും. ഓവറായിപ്പോയി ഫസ്റ്റ് ഉണ്ടാവും. അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഒരു യെല്ലോ ലൈൻ ഉണ്ടാവും. അത് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക് പിടിക്കും. സ്പീഡ് ഉണ്ടാവും 100 അല്ലെങ്കിൽ 60 മാക്സിമം ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഓവറായി പിടിക്കും. അത് നമ്മുടെ ട്രാക്ക് നമ്മൾ മനസ്സിലാക്കണതാണ്. നമ്മളെ ബൗണ്ടറി എവിടെയാണ് എന്നല്ല. അതിരറിയാത്ത കുട്ടികൾ എന്നാ പറയാറ്. അതിരുകളറിയാത്ത കുട്ടികൾ. എന്താണ് അതിര്? എന്താണ് ആദ്യം അതിര് പഠിപ്പിക്കണല്ലോ ആദ്യം. അപ്പൊ ഇവിടെ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോ പഠിക്കുന്ന പ്രായങ്ങളിലും നമ്മുടെ ശരീരവും മനസ്സൊക്കെ വളരെ വളരെ ഫാസ്റ്റാണ് എല്ലാ മേഖലയിലും. കുറിച്ച് പറയാണ്ട് പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി, പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെയിൻ, പീരിയഡ് ഓഫ് ട്രാൻസിഷൻ, പീരിയഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഏജ്. നിക്ഷേപത്തിന്റെ കാലമാണ്, ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലമാണ്, മാറ്റത്തിന്റെ കാലമാണ്, സ്പർദ്ധയുടെയും കൊടുങ്കാറ്റത്തിന്റെയും കാലമാണ്, താൽക്കാലികമായ ഒരു ബുദ്ധിഭ്രമത്തിന്റെ കാലമാണ്. താൽക്കാലികമായ ഭ്രാന്ത് അപ്പൊ തോന്നാ. നോക്കണ്ട, നമ്മൾ ഓരോ നോക്കണ്ടു. കുട്ടികാർ ഞാൻ പോയി എന്താ ചെയ്യാ, എന്നെ വണ്ടി നിർത്തി മോളെ ബൈക്കുമ്പോൾ കയറാൻ ഞാൻ കയറിയാറി ഇങ്ങനെ പോയി. പിന്നെയാണ് ആ കോളേജിലായിരുന്നു സ്കൂളിലായിരുന്നു പിന്നെ പാരൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കൂടി പ്രശ്നമാണത്. ഒരു CBSE സ്കൂളില് ഒരു വിഷയം ഇത് വന്നു. ഇന്റർവെൽ സമയമാണ്. അപ്പൊ 3-4 പെൺകുട്ടികൾ പറഞ്ഞു ഇതാ ആ പോകുന്ന ബോയിനെ ഒന്ന് പോയി കിസ് ചെയ്താൽ എനിക്ക് ഐസ്ക്രീം ആണ്. അപ്പൊ ഇവള് പറഞ്ഞു യെസ് ഉറപ്പല്ല ഐസ്ക്രീം തരില്ലേ. ഓക്കെ. ഇവള് ഇന്റർവെൽ സമയത്ത് ഒന്നും അറിയില്ല ആൺകുട്ടി അത് ചെന്ന് പോയിട്ട് ഒറ്റ കിസ്സാ. സ്കൂളാകെ പ്രശ്നമായില്ലേ. ഒരു പെൺകുട്ടി ആൺകുട്ടിയെ പോയിട്ട് ഇവരെന്താ ഞാൻ പറഞ്ഞില്ല എന്താണ് നിങ്ങൾ അവസ്ഥയില് അതേ പറഞ്ഞ അതല്ല അധർമ്മമായത്, അനീതിയായത്, അസത്യമായത്, മൂല്യമില്ലാത്തതാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് വരും. സംശയമല്ല, ഒരു സംശയമല്ല. അപ്പൊ മുമ്പ് അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് മാറ്റി പകരം വേറെ ഡാറ്റ സേവ് ചെയ്യാം. അപ്പൊ ഞാൻ പറയാറുണ്ട് കറിയില് എരിവ് കയറി എന്താ ചെയ്യാം? അപ്പൊ നിങ്ങളൊക്കെ ഏകദേശം നാട്ടിൽ നിന്ന് വിട്ടാൽ ഇടയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കുന്നത്. കറിയിൽ എരിവ് കയറി എന്ത് ചെയ്യും? വെള്ളം പാരും. അതാണ് എളുപ്പം. NSS ക്യാമ്പിനൊക്കെ ഉണ്ടാകുന്ന വീടാണ് വേഗം വെള്ളം പാരും, വെള്ളം ഒഴിക്കുക. പരിഹാരമാണ്. പക്ഷെ കറി ടേസ്റ്റൊന്നും വേണ്ടേ.
അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ സോസ്, അല്ലെങ്കിൽ കുറച്ച് ശർക്കര, ഇതൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് കുറച്ച് നല്ല കുക്കിൻ്റെ അടുത്ത് എത്ര ഭക്ഷണം കേടുന്നാലും അത് ശരിയാക്കുന്നതാണ്. അത് ശരിയാക്കിയിട്ട് അതിനുള്ള മെക്കാനിക്സ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ആ എരിവിന്റെ കണ്ടന്റ് അതിന് പോകുന്നുണ്ടോ? അപ്പൊ നിലവിലുള്ളത് അത് ഫീൽ ചെയ്യാതെ മറ്റതിങ്ങനെ നിറച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന് നമ്മൾ ന്യൂറോന്റെ പ്രവർത്തനത്തിനെ പറയണത്. സൈക്കോളജി ടേം പറയാറുണ്ട്, മെന്റൽ ഡയറ്റിംഗ് എന്ന് പറയും. എന്ന് പറയും? മെന്റൽ, മനസ്സിൽ കുടിയിരിക്കുന്ന സെൽഫ് ടോക്കുകളെ ഒന്ന് മാറ്റി പകരം പ്രതീക്ഷയും ക്രിയാത്മകവും ഉത്സാഹവും ഉണർത്തുന്ന സെൽഫ് ടോക്ക് നിറക്കുന്ന പ്രവർത്തനത്തിനാണ് മെന്റൽ ഡയറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു കുളത്തില് കുറച്ച് അഴുക്കുകളുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? വേറെ വെള്ളം ഇങ്ങനെ നടക്കുക. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ കുറഞ്ഞു വരില്ലേ? അതിന് ഓർഫായി പോയിട്ട് പിന്നെ അങ്ങോട്ട് ശരിയാവും. നമ്മൾ ക്ലോസറ്റിലേക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രത്തിന്റെ നിറം പോകാൻ എന്താ ചെയ്യുക? കുറെ വെള്ളം ഇങ്ങനെ ഒഴിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ നിറം കുറഞ്ഞു നല്ല വെള്ളമായി മാറും കുറെ ഒഴിക്കുമ്പോൾ. നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ മൂത്രം ഒഴിക്കാനേ, വെള്ളം വരാതെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ കുറെ ഒഴിക്കാനല്ലോ, പിന്നെ മുറിക്കാനല്ല പറ്റില്ല. ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരാള് ചെന്നോട് അല്പം കുറച്ച് നിറമാറ്റം കണ്ട ആ ക്ലോസിലാണ്, അപ്പൊ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു, ശരിയായി. ചോറാരും ഒഴിക്കാതെ തന്നെ ആകുകയാണെങ്കിലോ വീണ്ടും അപ്പൊ കൂടുകയില്ല. അവിടെയാണ് ഇന്ന് കുട്ടികളുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. കുട്ടി ഏതെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, അതിന് അനുകൂലമായ, ആ പ്രശ്നത്തിന് അനുകൂലമായ ഡാറ്റയുള്ള സിനിമ കാണുന്നു, കഥ കേൾക്കുന്നു, നോവൽ വായിക്കുന്നു. അപ്പൊ അതെന്നെ അങ്ങ് തോന്നുകയാണ്, അത് നടക്കുക. ഇപ്പൊ കറിന്റെ എരിവ് കയറി, അമ്മായിമാന്റെ വക വീണ്ടും ഈസ്റ്റേൺ മുളക് പൊടി, നാത്തുവിന്റെ വക സമർ മുളക് പൊടി ഒക്കെ കൂടി ചേർത്ത് ഞാൻ കറിയും പറ്റുമോ? അവിടെ ഓവറാകാണ്. ഇത് പലപ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് കാഴ്ചയും കേൾവിണ്ടായതുകൊണ്ട് മീഡിയയുടെ സഹായത്തോടെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. കാരണം ആ ആംഗിളിലാണ് നിങ്ങൾ ക്യാച്ചുള്ളൂ. ഒരു പക്ഷേ ഒരു ഫിലിമിൽ വേറെ മെസ്സേജ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഈ മെസ്സേജ് എല്ലാം നിങ്ങൾ ക്യാച്ച് ചെയ്യാം. ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. സംവിധായകന് അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ടാവും, പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ഈ പ്രായത്ത് അത് നമ്മൾ സേവ് ചെയ്തോളുന്നില്ല. പക്ഷെ ഇത് വേറെ പലതും നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് ഏതാണ് സത്യം, അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വളരേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇന്നത്തെ കാലത്തൊക്കെ പറയാനുണ്ടായി, പിന്നെ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കുട്ടികൾ കൊടുക്കണം എന്നാണ്. നമ്മുടെ കേരളത്തിലൊക്കെ മിക്ക ക്യാമ്പസുകൾ ഇപ്പൊ തുടങ്ങി പല പല പരിപാടികൾ ഇതിന് അഡീഷണൽ ആയിട്ടുണ്ട്, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അവസ്ഥകൾ. അപ്പൊ ഔട്ടർ സ്റ്റേറ്റ് ആകുമ്പോൾ കുറച്ച് കുറവുണ്ടാകാൻ സാധ്യത ഉണ്ട്, എനിക്കറിയില്ല ക്യാമ്പസുകൾ കൊടുക്കുന്നുണ്ടോ. WHO തന്നെ പറയുന്നുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു വിദ്യാർത്ഥിയെ നേടിയിരിക്കണം എന്നുള്ളതാണ്. എന്താ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാറ്? ജീവിത സാഹചര്യങ്ങളിലെ വിവിധ പ്രശ്നങ്ങളുമായി ഫലപ്രദമായി പൊരുത്തപ്പെടാനും സാമൂഹ്യ വ്യവസ്ഥിതിക്കനുസരണമായ സ്വഭാവവിശേഷം പ്രകടിപ്പിക്കാനുള്ള കഴിവിനാണെന്ന് പറയാം. പഴയ കാലത്തെ പോലെയാണോ? അല്ല. ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ നാട്ടുകളിലൊക്കെ ഏതെങ്കിലും ഒരു കള്ള് ഷാപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? നഗരത്തിൽ നിന്ന് അല്പം മാറി ഓടകളൊക്കെ പിന്നെ തെരുവിൽ ഏതെങ്കിലും ഭാഗത്തൊരു കൂടപ്പേരം കയറ്റിയിട്ട് ഒരു കറുത്ത ബോർഡുമായി വെളുത്ത് ചെയ്തിട്ടുണ്ടാവും കള്ള് ഷാപ്പിന്ന്. അവിടേക്ക് പോകുന്ന ആളുകൾ എങ്ങനെയാണ്? തലയിൽ മുണ്ടിട്ട് ഇങ്ങനെ പോകുന്നത്. എന്നാണ് പഴയ ചിത്രീകരണം. ഇന്നതല്ല. ഇന്ന് നഗരത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണ്? അവിടെ ലൈറ്റ് ഉള്ളത്, നല്ല ഹരമുള്ളത്, ക്രിസ്മസ് ആണെങ്കിൽ ചന്ദ്രക്കലകൾ, മറ്റാണെങ്കിൽ മാവേലി, ഓണാണെങ്കിൽ, ഇനി പെരുന്നാളാണെങ്കിൽ വേറെ ഒരു ഇതും, നക്ഷത്രം മറ്റേ ചന്ദ്രക്കല, ഇങ്ങനെയൊക്കെ വെച്ച് സ്റ്റാർ ഹോട്ടലിൽ അവിടേക്ക് ഇന്ന് പഴയ പോലെ മുന്നിട്ടാണ് പോണത്? അല്ല. നല്ല പിന്നെ ഹമ്മറിന്റെ കാറിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ചില കുടിക്കാത്തോല് വരെ വെറുതെ അവിടെ പോയിട്ട് പോരും, അല്ലെങ്കിൽ കണ്ടോട്ടെ ചോദിച്ചിട്ട്. കാരണം അത് ഫാഷനായി വരും. അതാണ് പറഞ്ഞാനെ, അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവിടെ പ്രശ്നം വരുന്നത്. അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് വരുത്താണ്. കാരണം അത് അവിടെയാണ് ഫാഷൻ. വാട്ട് ഈസ് ഫാഷൻ? എന്താ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് എന്ന് പറയാം. പുതിയതിന് എന്നാ പുതിയതെന്ന് എന്താണ്? ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലുള്ള പുതിയതാണോ?
പിന്നെ വേറെ സ്ഥലത്തെ ആഫ്രിക്കയിലെ സ്ഥലത്ത് പുതിയത് ആണോ? അല്ല. പക്ഷെ അവിടെ അതാകാരം ഫാഷൻ ഉണ്ടാകുക അല്ലേ? അപ്പോൾ പുതിയതല്ലല്ലോ, ആണോ? അല്ല. ബാംഗ്ലൂരിൽ നിന്ന് ഒഴിവാക്കിയാലും എറണാകുളത്ത് കയറി, എറണാകുളത്ത് നിന്ന് ഒഴിവാക്കിയാണ് കോഴിക്കോട്ട് കയറി, കോഴിക്കോട് നിന്ന് ഒഴിവാക്കിയാണ് മലപ്പുറം, മലപ്പുറത്ത് നിന്ന് ഒഴിവാക്കിയാണ് എൻ്റെ നാട്ടിൽ തിരുവക്കാട്ട് കയറില്ലേ, ഗ്രാമമാണല്ലോ. പക്ഷെ അവിടെ അത് പുതിയതാണ്. പക്ഷെ നിർവചനം പറയാറ് എന്താണ്? ഒരു ഗ്രാമത്തിലെ, ഒരു നാട്ടിലെ, രാജ്യത്തിലെ, ലോകത്തിലെ, ആ കോളേജിൽ എന്തോ അവിടെ ഡോമിനൻ്റ് ആയി നിൽക്കുന്ന ആളുകൾ എന്താണ് തിന്നുന്നത്, എന്താണ് ഉപയോഗിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ധരിക്കുന്നത്, ദാറ്റ് ഈസ് ഫാഷൻ ആണ്. ദാറ്റ് ഈസ് ഫാഷൻ. അങ്ങനെയാണെങ്കിൽ ലോകത്തെ പലതും പറഞ്ഞു എത്തി എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക, ഇവരൊക്കെയാണ് ഡോമിനൻ്റ് നിൽക്കുന്ന ആളുകൾ എന്നുണ്ട്. അപ്പോൾ അവരെന്താണ് തിന്നുന്നത്, അവരെങ്ങനെയാണ് പിന്നെ ജീവിക്കുന്നത്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ. അത് കാണാൻ ചാൻസ് നോക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഫാഷൻ. നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ ഫാഷൻ. ഞാൻ പറഞ്ഞത് ഫാഷൻ സ്വീകരിക്കാമെന്ന് ഞാൻ പറയാറ്. നമ്മൾ എപ്പോഴും ഫാഷൻ്റെ ആളുകളായിരിക്കണം. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് നന്നായിരിക്കണം, നമ്മുടെ മനസ്സിനും നന്നായിരിക്കണം എന്നാൽ പ്രശ്നമല്ല. പക്ഷെ പലരും എന്താണ് സ്വീകരിച്ചിട്ട് ഇന്നതിന് ശേഷം ദുഃഖിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ സബ്ജക്റ്റ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റിവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ആരോഗ്യവും ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കണം എന്നാണ്. കള്ളുകൂടി ഫാഷനായി നമ്മൾ 20 മുതൽ 30 വരെ ഇവിടെ ഇങ്ങനെ കുടിച്ചു ഉഷാറായിട്ട്, പിന്നീട് അറിയുന്നു എൻ്റെ ശ്വാസകോശത്തിന് കേടുണ്ട്. ഹാപ്പി ആകുമോ? ഹാപ്പി ആകുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ പറയുന്നു ഇങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു, ഇതാണ് ഫാഷൻ, ഇഷ്ടം പോലെ ഞാൻ ഇത് കുടിച്ചു, ഒരുപാട് ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു, പിന്നെ കാരണം കല്യാണം കഴിച്ചു നോക്കുമ്പോൾ ലൈംഗിക ശക്തി ഇല്ല. ഒന്ന് ദുഃഖിതനായില്ലേ? ഭാര്യ വരെ ആട്ടി വിടും, പോടാ വിടുന്നാറേ ഉണ്ട്. എന്തെങ്കിലും കേസ് വരുന്നുണ്ട്. 25-26 വയസ്സായ ഒരാണിന് പോലും ആഴ്ച ഒരിക്കൽ പോലും ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ശക്തിയില്ല എന്നാണ്. സാധാരണ ആ പ്രായത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് എണീക്കാതെ 3-4 വട്ടം നോക്കുന്ന പ്രായമാണ്. എന്തായാലും കപ്പാസിറ്റിയാണ് പ്രായം, മനസ്സിലായില്ലേ? 20-ൽ ഇരമ്പുന്നാ പറയില്ല, 20-ൽ ഇരമ്പുന്നാണ്. 30-ൽ മുന്നേറും, 40-ൽ നടക്കും, 50-ൽ ലയയും, 60-ൽ അടിയുറവ് പറയും, 70-ൽ ഇഴയും, 80-ൽ ഏറ്റും. ലാലാണ്. പക്ഷെ ഇവിടെ ഇരമ്പുന്ന പ്രായത്ത് പോലും എന്തില്ല, 40-ന്റെ വരെ 50-ന്റെ വരെ അയഞ്ഞും കൊണ്ട. ഇത് ആണിനാകുമ്പോൾ ഫീൽ വിചാരിച്ച പെണ്ണിന് ഇതിന്റെ അപ്പുറം എന്നാ പറയണം. ഒരു താല്പര്യമല്ല. ഇത് വരാറുണ്ട്, അവളിങ്ങനെ നിർജീവമായിട്ട് ഇങ്ങനെ ഇതാകുന്നുള്ളത്. എവിടെ ഹാപ്പി ഉണ്ടാകുക? അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് അതാണ്. ഞാൻ നല്ലൊരു ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഴുതിയ പുസ്തകം വായിച്ചു. അതിൽ പറയുന്നുണ്ട് വളരെ പ്രധാനമായിട്ട് മനുഷ്യൻ മുപ്പേണ്ടതാണ് ഇസ്ലാം ഭയങ്കരമായിട്ട് മുൻഗണന കൊടുക്കേണ്ടതാണ് മുമ്പ് പറഞ്ഞതിൽ. ഇപ്പം വേറെ ഒരു കത്തോലിക്കനായ ഒരാൾ എഴുതിയതാണ്. 5 കാര്യങ്ങൾ ഭയങ്കരധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇസ്ലാം എന്നുള്ള മതം ഇതിന്. ഒന്ന്, നല്ല ഭക്ഷണം. നോക്കൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരാണ് ഉഷാറെന്ന് മുപ്പര് പറയാം. നമ്മൾ പറയണല്ലേ ഓരോ രാജ്യത്തും. സൗദി അറേബ്യ പോയി നോക്കി, അതിഷ്ടം പോലെ. നമ്മൾ തലശ്ശേരി പോയി നോക്കി, മലപ്പുറത്ത്, കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ പത്തിരി, ബിരിയാണി, ഇതൊക്കെ ആരും കൊണ്ടെന്നാ എന്ത് സൽക്കാരൻ്റെ നോക്കൊണ്ട് നിങ്ങൾ എത്ര പൈസ വാങ്ങിയിട്ട് കടമയിൽ സൽക്കരിപ്പിക്കും. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സുഗന്ധം. അതൊക്കെ നമ്മൾ 5 സെൻസുമായി ബന്ധപ്പെട്ടാണ്. ഒക്കെ നല്ലതാണ്. നല്ല സുഗന്ധം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഓരോരോ ഇതാണ്. പിന്നെ ഈ പെർഫ്യൂം മാർക്കറ്റ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ജിദ്ദയിൽ, ദമാമിൽ, പോലൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ മെയിലിന് വേറെ, ഫീമെയിലിന് വേറെ, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിലയുള്ള സാധനങ്ങൾ വരെ. സുഗന്ധം. ചില മതത്തിലൊക്കെ ചില ആളുകൾക്കൊക്കെ അല്പം മതപരമായി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ദുർഗന്ധം ഉണ്ടാകലാണ്, കുളിക്കൂല, ഒന്നും ഉണ്ടാവില്ല ആൾക്കാർ. ഇസ്ലാം നല്ലൊരു മൗലിക ഗുണം നോക്കട്ടെ, സെന്റിന് വേണമെങ്കിൽ കാണാം. വെള്ളിയാഴ്ചയൊക്കെ നഖം മുറിച്ച് റെഡിയായി സെന്റൊക്കെ പൂശി കുളിച്ചിട്ട് താടിയൊക്കെ മുട്ടിയൊക്കെ വെട്ടിയിട്ട് പോവുക കണ്ടോ. അപ്പൊ അത് ഔന്നിത്യം കാണുന്നുണ്ടെന്നുള്ളതാണ്. ഫ്രൈഡേ, പഴയത് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഒഴിവെന്നാ പറയാറ്. രാവിലെ തന്നെ ഒരുങ്ങല, ബ്ലേഡൊക്കെ എടുത്ത് മുടിയൊക്കെ വെട്ടി ഉഷാറാക്കി ഇതാകുന്ന അവസ്ഥകൾ ഉണ്ടാവും. നഖമൊക്കെ മുറിച്ച് നോക്കൊണ്ട് പഴയ കാലത്ത് നോക്കണം നിങ്ങള്. ആ തള്ളാര് വരെ നോക്കൊണ്ടു, തള്ളാര് വരെ എന്ന് ഗൾഫ് പോയി ശരിക്കാം, തള്ളാര് വരെ മൈലാഞ്ചിട്ടിരിക്കണതാണ്. 70-80 വയസ്സായ സ്ത്രീകൾ വരെ. അപ്പൊ നല്ല സുഗന്ധം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം,
പിന്നെ പറഞ്ഞല്ലോ നല്ല സെക്സ്, അതാണ് അത് നല്ല. അതിനാണ് ഒന്ന് ആയില്ലെങ്കിൽ എനിക്ക് 2 or 3 ആകാന്ന് പറയുന്നത്. അത് ട്രാക്ക് തെറ്റാൻ പാടില്ല, ട്രാക്ക് തെറ്റാൻ പാടില്ല. അപ്പോൾ ആ ഒന്നുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ആകണം. ഞാൻ പറയാറ് ഒന്നാണ് വേണ്ടത്. പക്ഷെ ഇൻ കേസ് ചില പ്രശ്നങ്ങൾ